വെച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം വീറ്റിയതിന് ശേഷം നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെന്തതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളത്തിൽ ജസ്റ്റ് ഇതിനൊന്ന് ഇട്ട് വെക്കണുണ്ട്. ഇതിനായിട്ട് കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ക്യാബേജ്, ഒരു ക്യാരറ്റ്, ചെറിയൊരു സവോള, 3 ബീൻസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ ഇതിനെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന 90% ആൾക്കാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ വീഡിയോസ് കാണുന്നവർ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ ബീൻസാണ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത് സവോളയും ഇതേ സെയിം ലെങ്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ക്യാബേജും ക്യാരറ്റും കൂടെ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, പല കളർ ഒരുമിച്ച് വന്നപ്പോഴത്തേനും. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഈപ്പിനെ ജസ്റ്റ് ഒന്ന് വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മുട്ട കൂടെ ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം ജസ്റ്റ് ഒന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ആരെങ്കിലും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇതിലോട്ട് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. വെള്ളം തോരാനായി വെച്ചിരിക്കുന്ന ഈപ്പി കൂടെ അതിലോട്ട് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിന് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പൂടെ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക. മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ സോസ് വെച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.